മൈസൂരിലത്തെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ മൈസൂർ യാത്രയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൈസൂരിൽ പുതിയതായിട്ട് ആരംഭിച്ച പഴയ വിൻറ്റേജ് കാറുകളും മറ്റ് വാഹനങ്ങളും പ്രദർശിപ്പിക്കുന്ന പയാന കാർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളിപ്പം പയാന കാർ മ്യൂസിയത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫ്രീ പാർക്കിംഗ് ലഭ്യമാണ്. പുതിയതായിട്ട് തുടങ്ങിയ മ്യൂസിയമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം, അതായത് 2024 ഏപ്രിൽ 1 തീയതിയാണ് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ മ്യൂസിയത്തിൻ്റെ ശരിക്കും ലൊക്കേഷൻ എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണത്തിൽ ബ്രഹ്മപുര ഗ്രാമത്തിൻ്റെ അടുത്തായിട്ട് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയുടെ സൈഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒരു ആംഫി തിയേറ്ററും കാണാൻ സാധിക്കും. മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. അഡൽട്ടിന് 50 രൂപയും 7 വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ ഈ വണ്ടിയാണ് ആദ്യം കാണുന്നത്. മുന്നിൽ പഴയ രജിസ്ട്രേഷനൊക്കെ കാണാം. 1992 മോഡൽ സ്റ്റാൻഡേർഡ് ഹെറോൾഡ് വണ്ടിയാണ് കേട്ടോ ഇത്. ആ വണ്ടി കണ്ടിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഒരു വിശാലമായ ഹാള്. ഇവിടെ വണ്ടികളുടെ വീലിൻ്റെ എവല്യൂഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ വുഡൻ വീലുകൾ മുതൽ ഇപ്പോഴത്തെ റബ്ബർ ടയർ വരെ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ 2-3 കാളവണ്ടികളും വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് 1925 മോഡൽ ഫിയറ്റ് 501 വണ്ടിയാണ്. ഇറ്റലിയിൽ മാനുഫാക്ചർ ചെയ്ത ഈ വണ്ടിയിൽ 1460 cc എഞ്ചിനാണ് ഉള്ളത്. പിങ്ക് നിറത്തിലുള്ള ഒരു ക്യൂട്ട് വണ്ടി. ഇതും ഫിയറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. 1931 ഇറക്കിയ ഫിയറ്റ് 521 മോഡൽ വണ്ടിയാണ്. മെക്കാനിക്കൽ ബ്രേക്കാണ് ഈ ഫിയറ്റിൻ്റെ വണ്ടികൾക്കൊക്കെ ഉള്ളത്. സ്റ്റുഡിയോബേക്കർ പ്രസിഡന്റ് 8 ആണ് കേട്ടോ ഈ മോഡലിൻ്റെ പേര്. 1929 ഇറക്കിയ വണ്ടി ജർമ്മനിയിലാണ് മാനുഫാക്ചർ ചെയ്തത്. ഈ കാണുന്നത് 1931 ഇറക്കിയ ഓസ്റ്റിൻ 7RM സലൂൺ എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണിത്. ഇത് ഫോർഡിന്റെ പ്രീഫെക്ട് E93A എന്നറിയപ്പെടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതും 1946 ഇംഗ്ലണ്ടിനാണ് ഇറക്കിയത്. ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 100 km/h ആണ്. ഇത് മോറിസിന്റെ ഒരു ക്യൂട്ട് വണ്ടിയാണ് കേട്ടോ. മോറിസ് 8 സീരീസ് ആണ് ഈ വണ്ടിയുടെ പേര്. ഇതും 1947 ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണ്. ഹൈഡ്രോളിക് ഡ്രം ബ്രേക്ക് ആണ് ഇതിനുള്ളത്. ഓസ്റ്റിൻ A14 അറിയപ്പെടുന്ന മറ്റൊരു വണ്ടി 1950 ഇറക്കിയ വണ്ടി. ഇതിന്റെ ടോപ്പ് സ്പീഡ് വെറും 70 km/h ഉള്ളൂ. ഫ്രേസർ F47 CS മന്നാട്ടൻ എന്നറിയപ്പെടുന്ന ഒരു നീളം കൂടിയ വണ്ടിയാണിത്. ഇതും ഇംഗ്ലണ്ടിൽ മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ ടോപ്പ് സ്പീഡ് 133 km/h ആണ് കേട്ടോ. ഒപ്പൽ കാഡറ്റ് എന്നറിയപ്പെടുന്ന മറ്റൊരു വണ്ടി 1947 നിർമ്മിച്ച വണ്ടി ജർമ്മനിയിൽ നിന്നാണ് ഇറക്കിയത്. സത്യത്തിൽ മോഡലുകളുടെ പേരൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അടുത്തത് ഒരു വലിയ കാറാണ് കേട്ടോ. ഡൈംലർ D36 എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇത് 1949 ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണിത്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഹൈഡ്രോളിക്കും റിയർ ബ്രേക്ക് മെക്കാനിക്കലാണ്. അടുത്തത് കാണാൻ സാധിക്കുന്നത് ബൈക്കുകളുടെ സെക്ഷനാണ്. ജാവ, യമഹ തുടങ്ങിയ പല മോഡലുകളുടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. വീണ്ടും കാറുകളുടെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. 1947 ഇറക്കിയ ഒരു സിട്രോയിൻ്റെ വണ്ടിയാണ് കേട്ടോ കാണുന്നത്. ഫ്രഞ്ച് കമ്പനിയാണ് കേട്ടോ സിട്രോയൻ. ഇനി കാണാൻ പോകുന്നത് ഇന്ത്യൻ മെയ്ഡ് വണ്ടികളാണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ 14 എന്നറിയപ്പെടുന്ന 1952 ഇറങ്ങിയ വണ്ടി. മറ്റൊരു ഹിന്ദുസ്ഥാൻ്റെ വണ്ടി ലാൻഡ് മാസ്റ്ററാണ് ഈ മോഡലിൻ്റെ പേര്. ഈ കാണുന്നത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുസ്ഥാൻ അംബാസിഡർ വണ്ടിയാണ് കേട്ടോ. 1961 ഇത് ഇറക്കിയത്. ഒരു കാലത്ത് ഇന്ത്യൻ റോഡുകളിൽ കോമൺ ആയിരുന്നു ഈ വണ്ടി. അതിൻ്റെ ഇപ്പുറത്ത് ഒരു ചെറിയ കാറ് കാണാൻ പറ്റും. ഇതിൻ്റെ മോഡലൊന്നും കൊടുത്തിട്ടില്ല. ഷെവർലയുടെ ബെൽ എയർ എന്നറിയപ്പെടുന്ന ഒരു വണ്ടി കാണാൻ പറ്റും. 1955 ഇത് ഇറക്കിയത്. അമേരിക്കയിൽ നിർമ്മിച്ച വണ്ടി. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 145 km/h ആണ്. ഇതിൻ്റെ മുന്നിൽ എയർപ്ലെയിൻ രൂപത്തിലൊരു എംബ്ലം കാണാൻ സാധിക്കും.
നല്ല നീളം വീതിയുള്ള കാറ്. പിന്നെ ഇവിടെ ഒരു ഹൈറ്റ് താന്ന കാറ് കാണാൻ സാധിക്കും. നല്ല നീളമുണ്ട്. ഷെവർലയുടെ ഇംപാല എന്നറിയപ്പെടുന്ന വണ്ടിയാണിത്. 1965 ഇറക്കിയ വണ്ടി, അമേരിക്കൻ മെയ്ഡ്. ഇത് തീർന്നിട്ടില്ല, ഇനിയൊരു നല്ല താഴത്തേക്ക് പോകണം. ഇവിടെ ഒരു ചുമന്ന സ്കോഡയുടെ കാർ കാണാൻ പറ്റും. സ്കോഡ പോപ്പുലർ 420 റോഡ്സ്റ്ററിനാണ് ഇതിൻ്റെ പേര്. ചെക്കോസ്ലോവാക്യ മെയ്ഡ് 1937 ഇറക്കിയ വണ്ടി. താഴെ എത്തുമ്പോൾ 3 വ്യത്യസ്ത നിറത്തിലുള്ള സ്കൂട്ടറുകൾ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ആർമി ട്രക്കുകൾ വെച്ചിട്ടുണ്ട്. 1981 ഇറക്കിയ സോവിയറ്റ് യൂണിയന്റെ മിലിറ്ററി ട്രക്കാണിത്. ഇതിന്റെ ടോപ്പ് സ്പീഡ് 63 km/h ആണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് ഷെവർലയുടെ ഒരു മിലിറ്ററി ട്രക്ക് കാണാം. 1945 ഇറക്കിയ ഇന്ത്യൻ മെയ്ഡ് ട്രക്കാണ് കേട്ടോ ഇത്. ഇവിടെ 1967 ഇറക്കിയ സ്റ്റെയർപുച്ച് ഹാഫ്ലിംഗർ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രിയൻ മെയ്ഡ് വണ്ടി കാണാം. ഇതിൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഗ്യാസ് 69 എന്നറിയപ്പെടുന്ന റഷ്യൻ വണ്ടി. 1953 ഇത് ഇറക്കിയത്. ഇവിടെ ഒരു എമൻഡക്കൻ സാധനം കാണാൻ പറ്റും. കാസ്പിയർ മാർക്ക് 2N ആണ് ഈ മോഡലിൻ്റെ പേര്. 1945 ഇറക്കിയ വണ്ടി. ഇത് ജർമ്മനി മെയ്ഡ് ആണെങ്കിലും ഇന്ത്യൻ ആർമിയിൽ യൂസ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. 1958 ഇറക്കിയ അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്ത ഒരു പഴയ പിക്കപ്പ് ട്രക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ ടാറ്റയുടെ ട്രക്ക് ഇവിടെ കാണാൻ പറ്റും. 1973 ഇറങ്ങിയ വണ്ടിയാണ് കേട്ടത്. 1983 ഇറങ്ങിയ ഡാറ്റ്സൺ ബ്ലൂബേർഡ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് കേട്ടോ കാണുന്നത്. ഫിയറ്റിന്റെ എലഗന്റ് വണ്ടിയാണ് കേട്ടത്. 1962 ഇറങ്ങിയ ഫിയറ്റിന്റെ സെലക്ട് എന്ന് പറഞ്ഞ വണ്ടി. ഈ കാണുന്നത് മുംബൈയിലത്തെ ഐക്കോണിക് ടാക്സിയാണ് കേട്ടോ, പ്രീമിയർ പദ്മിനിയുടെ ടാക്സി. ഇപ്പോഴും ഇത് ടാക്സി ആയിട്ട് ഓടുന്നോന്ന് അറിയില്ല. 1980 ഇറങ്ങിയ ചുവന്ന കളർ മെർസിഡീസ് ബെൻസ് വണ്ടി. 1983 ഇറങ്ങിയ ബെൻസിന്റെ മറ്റൊരു വണ്ടി. 1993 ഇറങ്ങിയ BMW E32 7 സീരീസ് ആണ് കേട്ടോ കാണുന്ന വണ്ടി. 1990 ഇറങ്ങിയ ടൊയോട്ടയുടെ കൊറോള എന്ന് പറഞ്ഞൊരു വണ്ടി. പഴയ ജഗ്വാറിന്റെ കാറാണ് കേട്ടോ കാണുന്നത്. 2005 ഇറങ്ങിയ ജഗ്വാർ XJ6 ആണ് കേട്ടോ ഈ വണ്ടിയുടെ പേര്. ഇതിന്റെ 4 വീല് ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ. മസ്ഡയുടെ ലൂസ് 1500 SS എന്ന് പറഞ്ഞ മറ്റൊരു വണ്ടി. ജപ്പാനിന്റെ മാനുഫാക്ചർ ചെയ്ത 1967 മോഡൽ വണ്ടി. 1987 ഇറങ്ങിയ സ്റ്റാൻഡേർഡ് 2000 എന്ന് പറഞ്ഞ ഒരു വണ്ടി കാണാൻ സാധിക്കും. ഇന്ത്യൻ മെയ്ഡ് ആണ് കേട്ടോ. ജയസൂര്യയുടെ ആട് സിനിമയിൽ കാണിച്ച വണ്ടിയാണ് കേട്ടോ ഇത്. ടെമ്പോ മാറ്റഡോർ F307 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ. 1996 ഇറങ്ങിയ വണ്ടി. ഇത് നല്ല പെയിന്റ് കറിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അംബാസഡർ കാറിന്റെ ഓരോരോ ഭാഗങ്ങളിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് തൂക്കി വെച്ചേക്കുന്ന കാഴ്ച അവിടെ കാണാൻ പറ്റും. 1985 ഇറങ്ങിയ മാരുതി 800 വണ്ടി. 2008 ഇറങ്ങിയ ഒരു ഇലക്ട്രിക് കാറാണ് കേട്ടോ ഇത്. റെവ ഇലക്ട്രിക് കാറ്. ചെറിയ സിറ്റിയിൽ ഓടാൻ പറ്റിയ കാറ്. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് മഞ്ജുഷ എന്നറിയപ്പെടുന്ന പരമ്പരാഗത സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിയത്തിൻ്റെ അവിടെയാണ്. തുളുനാടിൻ്റെ കലാരൂപങ്ങളെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചത്. അങ്ങനെ പയാന കാർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഏതോ സ്കൂളിലെ സ്റ്റുഡൻസ് ഇവിടെ ഫീൽഡ് ട്രിപ്പിനായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്കൂൾ ബസ്സൊക്കെ കാണാൻ സാധിക്കും.
പിന്നെ ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് വെച്ചിട്ടുണ്ട്. പണ്ട് മുംബൈയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സായിരിക്കാം. ബസ്സിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. കാണുമ്പോൾ ഇടുങ്ങിയ ബസ്സായിട്ട് തോന്നുന്നു. ഇവിടെ ഇന്ത്യയെ കുറിച്ച് പല ഫാക്ടുകളുടെ ബോർഡ് കാണാം. ഇന്ത്യയിൽ ആദ്യമായി വണ്ടി സ്വന്തമാക്കിയത് ആരാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ടാക്സി എപ്പോഴാണ് എത്തിയത് എന്നുള്ള പല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പയ്യാനം മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.